സംസാരിക്കാനുണ്ട്. എനിക്ക് ഫേസ്ബുക്കും യൂട്യൂബും ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാതെ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചാലോ എന്ന് വരെ തോന്നിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഒരു അവധിക്കാലമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മഴ എന്ന് വെച്ചാൽ മഴയായിരുന്നു കേട്ടോ. എനിക്ക് അവധിയായി, പക്ഷെ ആൻസൂട്ടന് അവധി ആയിട്ടില്ല കേട്ടോ. ആൻസൂട്ടന് SPC ക്യാമ്പാണ്. ആൻസൂട്ടൻ പോലീസ് ക്യാമ്പിന് പോവുകയാണ്, പോലീസ് ക്യാമ്പ്. അപ്പോൾ നല്ല മഴയാണ്, നല്ല മഴ. അത് കണ്ടില്ലേ, നല്ല മഴയാണ്, മഴക്കാറും ഉണ്ട്. ഇവനെ ഇനി സ്കൂളിൽ കൊണ്ടുവിടണം. അപ്പോൾ ഇതാ പോലീസ് വേഷത്തിലിരിക്കുന്ന കൊച്ചിനെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് എഴുന്നേറ്റ് നേടാ, ഇനി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അവിടെ നിൽക്കുക, മാറിപ്പോയി അവിടെ നിൽക്കുക. ഓക്കെ, അതിലെ എവളമൊക്കെ ഉണ്ടല്ലോ, ഞാനിപ്പോഴാണ് ശരിക്കും കാണണം. തിരിഞ്ഞേ, പുറകിലുള്ളത് ഇപ്പോഴാണ് ഞാൻ സത്യത്തിൽ കണ്ടത്. അപ്പോൾ ഇത് ഇന്നലെ ഇട്ടു, ഇന്നും ഇനിയിപ്പോൾ നാളെ ഇടണം. നേരത്തെ വന്ന് കഴുകിയിട്ട് ഉണങ്ങിക്കോളൂ, പെട്ടെന്ന് ഉണങ്ങണ ഡ്രസ്സാണ്. അപ്പം ഞാനിപ്പോൾ വേറെ ഒന്നും അല്ല കേട്ടോ. മുറ്റത്ത് ഇനിയിപ്പോൾ നമുക്ക് പൂവിടാൻ പറ്റില്ല. ഞാൻ എന്തായാലും 10 ദിവസം പൂവിടാറുണ്ട് എല്ലാ വർഷവും. ചിലപ്പം മാത്രം എനിക്ക് അത്രയ്ക്ക് എന്തേലും വീട്ടിലെന്തേലും അപ്പ മരിച്ചുപോയി, കൈ മരിച്ചുപോയി, അങ്ങനെയുള്ള സമയങ്ങൾ ഒഴിച്ചിട്ട് ഞാൻ എന്നും വീട്ടിൽ പൂവിടാറുണ്ടായിരുന്നു കേട്ടോ. പ്രാണി ഇതാണ്, പ്രാണിയുടെ ഉണ്ടായ കുഞ്ഞുങ്ങളും വന്ന കുഞ്ഞുങ്ങളൊക്കെ മരിച്ചുപോയി, വീട്ടിലുള്ള കുഞ്ഞ് മരിച്ചുപോയി. എന്നാ പറ്റിയതാണെന്നറിയാൻ പാടില്ല. അപ്പം ഞാനിപ്പോൾ ഉള്ള പൂ വെച്ചിട്ട് ഒന്ന് ഇടാമെന്ന് വയ്ക്കുന്നു. ഉള്ള പൂ കൊണ്ട് ഒരു കുഞ്ഞ് ഓണപ്പൂക്കളം തീർക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഭംഗിയുള്ള ഈ റോസാപ്പൂവാണ് കേട്ടോ പൂക്കളത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പൂക്കളമൊക്കെ ഇട്ടിട്ട് വരാം, നമുക്ക് അതിന് ശേഷം കാണാം. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചില സമയങ്ങളിൽ മൊബൈൽ തുറക്കുന്ന വഴി വരുന്ന ചില വാർത്തകൾ നമ്മുടെ മനസ്സിനെ വിട്ടുപോകത്തില്ല. അത് ഭയങ്കരമായിട്ട് വല്ലാതെ ഹർട്ട് ചെയ്യും. അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് ഫേസ്ബുക്കും യൂട്യൂബും ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാതെ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചാലോ എന്ന് വരെ തോന്നിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പൂ ഇട്ടിട്ട് വരാം കേട്ടോ. പൂവൊക്കെ ഇട്ടിട്ട് മനസ്സിനെ റിലീഫ് ചെയ്യാൻ, മനസ്സിനെ മാറ്റി വിടാനൊക്കെ ഇപ്പം ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ തിരിയേണ്ടുന്ന അവസ്ഥ വന്നേക്കുക. എല്ലാവരും ഒന്നുപോലെയുള്ള ഓണമൊന്നും അല്ല ഇപ്പം. പൂക്കളത്തിന് അതിൻ്റേതായ ഭംഗി കിട്ടണമെങ്കിലേ മിറ്റത്തിടണം. നമ്മളിപ്പോൾ ടൈലിട്ട് കഴിഞ്ഞപ്പോൾ അത്രയും ഭംഗിയൊന്നും തോന്നണില്ല പൂക്കളത്തിന്. ഇതിനകത്ത് പറഞ്ഞതാണ്, പൂക്കളത്തിന് അതിൻ്റേതായ ഭംഗി കിട്ടണമെങ്കിലേ മിറ്റത്തിടണം. തറയിലിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭംഗി കിട്ടണില്ല. അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് വരണത് ഇതുപോലെ. എങ്കിൽ ഇത് വെള്ള ടൈലല്ലേ. അതുകൊണ്ടാണ് ഈ പണ്ടുള്ളൊരു ചാണകം മെഴുകിയിട്ട് പൂക്കളം ഇട്ടുകൊണ്ടിരുന്നത്. മഴ കേട്ടോ, ഒരു കാക്ക വന്നിരുന്ന് എന്നെ കണ്ടോണ്ടിരിക്കുന്നത്. നോക്കിയടാ, അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. ഒരു കാക്ക വന്നിരുന്നു, ഞാൻ എന്തുവായി ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു കാക്ക കറക്റ്റായിട്ട് വന്ന് ഇങ്ങോട്ട് നോക്കണ്ടിരിക്കുക. പക്ഷികൾക്ക് അവർക്ക് മനസ്സുണ്ട്, അവരും ചിന്തിക്കുന്നുണ്ട് എന്തുമായിരിക്കും, എല്ലാം തിന്നാൻ വല്ലതുമാണോ ഇട്ട് വെക്കുന്നത്, എന്നിട്ട് വേണം അവർ പോയി കഴിയുമ്പോഴേക്കും അത് കൊത്തിക്കൊണ്ട് പോകാൻ. ഒരു കാക്കൻ്റെ പണ്ട് ഏറാൻ വരെ വിളിച്ചിട്ടിട്ടുണ്ട്, അരി കൊടുത്ത്. പരിക്കകത്തൊക്കെ കയറിയില്ല, അപ്പുറത്തെ വീട്ടിൽ വെച്ച് വേറൊരു കാക്ക മുട്ടയിട്ട് അവിടെ ആ മരത്തെ വന്ന് മുട്ടയിട്ട് കുഞ്ഞുണ്ടായിട്ട് എന്നും തിന്നാൻ സമയം പറയും. പിന്നെ മുറ്റത്തേക്ക് തീറ്റിട്ട് കൊടുക്കും, പറന്നു വരും, കൊത്തി തിന്നും, കൂട്ടിലേക്ക് പോകും. ഈ കുഞ്ഞ് വിരിയണോളം വരെ കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു.
കുഞ്ഞ് വിരിഞ്ഞിട്ട് ഇടയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായത് തീറ്റിടുമായിരുന്നു. ആ കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞ് വന്ന് വീട്ടിൽ നിന്ന് തീറ്റ എടുത്തിട്ടുണ്ട് അവസാനം. അതൊക്കെ അല്ലേടാ ഏറ്റവും നല്ല മെമ്മറികൾ എന്നൊക്കെ പറയുന്നത്. കാക്ക പരിക്കാത്ത പത്രം കയറില്ല, ബാക്കിയെല്ലാം അരി കൊത്തിക്കൊണ്ടുപോയി. ഞാൻ പരിക്കാത്ത കയറിയിട്ട് വാതിലിൻ്റെ അടിയിൽ കുഞ്ഞിരിക്കുമായിരുന്നു. പിടിക്കാനാ? അല്ല, വാതിലടയ്ക്കാൻ വേണ്ടി. കാക്ക വരുമ്പോഴാ? ആ, കാക്കയ്ക്ക് നിന്റെ ബുദ്ധിയല്ല, കാക്ക ബുദ്ധി എന്നാണ് ഇതേ പറയുന്നത്. വന്നിരിക്കുന്നു മതിലേല്. അതോടെ മീൻ ഇന്നലെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അത് നോക്കി പണി. നമ്മുടെ പൂക്കളം തീർന്നിട്ടുണ്ട് കേട്ടോ. എന്താ 90s കിഡ്സിന്റെ അവസ്ഥയാണ്. കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാലേ അയ്യോ നട്ടലൊക്കെ പൊടിയാണ് ഒച്ച വെക്കാൻ പറ്റും. 85-ലുണ്ടായെങ്കിൽ നമ്മുടെ പൂക്കളം ഇന്ന് ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ തൃക്കേട്ട പൂക്കളം. അതിൽ കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ അതെ ആൻസൂട്ടനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കൂളിൽ നിന്നാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ 8:32 ചേട്ടാ. 8:30 അവിടെ ചെല്ലണം. ഓട്ടോണ്ടിരുന്നത് സമയം പോയത്. ലേറ്റായിട്ടാ എഴുന്നേറ്റേ. കാരണം അവിടെ ഉറക്കം ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയത് ലേറ്റായിട്ടാ. വന്ന വഴി കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഞാൻ പിന്നെ 12 മണിക്ക് ചേട്ടൻ വിളിച്ചെണീപ്പിച്ച് ചോറ് അതുകൊണ്ട് ലേറ്റായി പോയത്. ഇപ്പം മാനസൂടിനെ സ്കൂളിൽ കൊണ്ടുവിടണം. പിള്ളേരൊക്കെ ബസ്സിലൊക്കെ കയറി വരുമ്പോൾ ഈ സമയമൊക്കെ ആവൂടാ. അങ്ങനെ രാവിലെ മുതൽ മഴയാ. എന്നാണേലും ആദ്യമായിട്ടാണ് രാവിലെ തന്നെ മഴ. ഓണക്കാലത്തില്ലേ? അതുവരെ വെയിലല്ലായിരുന്നു. ഇന്നലെയൊക്കെ ആ വെയിലായതുകൊണ്ടാണ് ചേട്ടൻ പുല്ലിന് മരുന്നടിച്ച് കളഞ്ഞ്. കഴിഞ്ഞ ദിവസം എന്നോട് മുറ്റത്തെ പുല്ലെങ്ങനെയാ പറിക്കുവാണോ എന്നൊക്കെ ആരാണ്ട് ചോദിച്ചായിരുന്നു വീഡിയോയിൽ. മുറ്റത്തെ കുനുകുനാന്നുള്ള പണ്ടത്തെ കാലത്തൊക്കെ കുത്തിയിരുന്ന് പറിക്കുന്നേ ഒത്തിരി സമയം എടുത്ത് അല്ലേ? പരന്ന് കിടക്കുന്ന നിലമ്പറന്റെ പോലത്തെ പുല്ലുകളൊക്കെ അത് പറിക്കാൻ പാടാ. മിറ്റിലും കൂടെ ഇട്ടേക്കണോണ്ട് ഭയങ്കര പാടാ. അത് തറഞ്ഞ് കിടക്കണ മിറ്റാണെങ്കിൽ പിന്നെ ആ പുല്ലൊരിച്ചിലെങ്കിലും പൊങ്ങി നിൽക്കും. ഇത് മിറ്റിലിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുക. അപ്പോൾ പിന്നെ അത് പറിക്കാൻ ഭയങ്കര പാടാണ്. ഇത് കൂട്ട് പൂവുണ്ടെങ്കിൽ ഓണത്തിന് പൂവിടാൻ വേറെ ഒന്നും വേണ്ട. ഇതിന്റെ ഒരു പല കളറുണ്ട് അല്ലേ? ചെടി പക്ഷെ കാട് പോലെയാകും. പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവിടെ ഇല്ലാത്ത ഒന്നുമില്ലായിരുന്നു. എല്ലാം തന്നെ ഉണ്ടായിരുന്നു അവിടെ. ചെമ്പരത്തിയൊക്കെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഒത്തിരി ചെത്തിപ്പൂ സ്വപ്നം കണ്ട്. നിന്റെ സ്കൂളിലെ ബസ്സാണല്ലോടാ. കുറേ ചെത്തിപ്പൂ സ്വപ്നം കണ്ട്. കുറേ ചെത്തിപ്പൂ ഇങ്ങനെ കട്ടയായിട്ട്. അവിടെ വന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കുവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൻസോട്ടിൻ്റെ സ്കൂളിൽ തരായിട്ടോ. പിള്ളേരൊക്കെ വരുന്നുണ്ടറാ. പിള്ളേരൊക്കെ ചെന്നിട്ടുണ്ട്. അവിടെ ചെല്ലേ. നീ ഇതെടുത്തായിരുന്ന ബാഗിലേക്ക് വേസ്റ്റ്? ആ, വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടൊരു സാധനങ്ങളൊക്കെ മേക്ക് ചെയ്യുന്ന നോക്കിയുണ്ട്. പിള്ളേരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാ നിൽക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പിള്ളേർ നിൽക്കുന്നതെന്ന് തോന്നുന്നു. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടേ. ചെറുക്കൻ പ്ലേറ്റൊക്കെ എടുത്താവും. കാണുമായിരിക്കും. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ആൻസൂട്ടിനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വന്നു. ആൻസൂട്ടിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ
അവരുടെ SPC കേഡറ്റ്സിൻ്റെ എല്ലാവരുടെയും ഗ്രൂപ്പിലേക്കും വന്നിട്ടുണ്ട് കേട്ടോ. അവരിന്ന് റോഡ് റണ്ണിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കുവാണ്. അപ്പം ഞാൻ വീട്ടിൽ വന്നു, ചേട്ടൻ ഇച്ചിരി ചായ ഇട്ടു, ചായക്ക് വെള്ളം വെച്ച് ഞാൻ ചായപ്പൊടി ഇട്ട് അടുത്തിങ്ങനെ ഇരിക്കുക. രാവിലെ മുതൽ നല്ല മഴയാണേ. അപ്പം ഞാൻ പറയാമെന്നൊക്കെ വെച്ച് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ തന്നെ ഇപ്പം വേണ്ടാന്നങ്ങ് വെച്ച് പോകുന്ന ഓരോ കാര്യങ്ങൾ, അതുപോലെ മനുഷ്യന്മാരൊക്കെ എത്രയേറെ നികൃഷ്ടരാണോ എന്ന് തോന്നിപ്പോകുന്ന കാര്യങ്ങൾ, പിന്നെ കുറേ കാര്യങ്ങൾ അത് മാത്രമാണ് ഇതിനകത്ത് കാണുന്നത്. നല്ല കാര്യങ്ങളൊന്നും മൊബൈൽ തുറന്ന് നോക്കുമ്പോൾ കിട്ടുന്നില്ല. സത്യം പറയാമല്ലോ, നല്ല കാര്യങ്ങളൊന്നും മൊബൈൽ തുറന്ന് നോക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പം നമ്മൾ ചുമ്മാ എല്ലാവരും ഒന്ന് ഫോൺ എടുത്ത് നോക്കുമ്പം ചില ന്യൂസുകളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കും ഞാനീ പറയുന്നത് ശരിയല്ല എന്ന് തോന്നിപ്പോൾ സത്യം പറഞ്ഞ് ഡിപ്രഷൻ ആകുന്ന അവസ്ഥയിലേക്ക് പോവുക. അപ്പം നമ്മളെ ബാധിക്കുന്നതാണോ ഇതൊക്കെ? അവിടെ ഇവിടെയൊക്കെ നടക്കൂലേ, അത് നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ എന്ന് ചിന്തിക്കാം. പക്ഷെ നമ്മളൊരു സമൂഹ ജീവിയായിട്ടൊക്കെ ജീവിക്കുമ്പം അങ്ങനെ ചിന്തിച്ച് മാറി നിൽക്കാനും പറ്റത്തില്ല അല്ലേ? നമ്മൾ എത്രയൊക്കെ ഞാൻ തനിയെ ഞാൻ ജീവിക്കും, എനിക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട, എനിക്ക് ആരുടെ സഹായമോ ഒരു കാര്യങ്ങളും വേണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കി തന്നെയാണ് പോകുന്നത് എന്ന് പറയുന്നവർ പോലും ഒരസുഖം വന്നാൽ അവർക്ക് ഡോക്ടർ കൂടിയേ തീരൂ, ഡോക്ടർ നൽകുന്ന മരുന്ന് കൂടിയേ തീരൂ. അപ്പോൾ പറഞ്ഞു കാശ് മുടക്കിയിട്ടാണ് ചികിത്സിക്കുന്നതെന്ന്. കാശ് മുടക്കിയാലും ചികിത്സിക്കാൻ ഒരാൾ വേണ്ടേ? ഇപ്പം നമ്മൾ കണ്ണുമടച്ച ഡോക്ടറിനെ വിശ്വസിച്ച് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം തരുന്ന മരുന്നുകൾ നമ്മൾ കഴിക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള മരുന്നാണോ എന്ന് നമ്മൾ സംശയിച്ച് നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയാൽ ഒരു സ്ഥലം അറിയാതെ വന്നാൽ ചോദിച്ച് ഇന്നവരുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പം അത് പറഞ്ഞു തരാൻ ഒരാളുണ്ടാകുന്നു. അതും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറെ സാമ്പത്തികമായിട്ട് നൽകുന്ന ഹെൽപ്പുകൾ മാത്രമല്ലല്ലോ സഹായം എന്ന് പറയുന്നത്. അത് ഇങ്ങനെ പല രീതിയിലും നമ്മളെ വഴികാട്ടാൻ, മരുന്ന് തരാൻ, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു തരാൻ, ഒരു ഡ്രസ്സ് വാങ്ങാനായിട്ട് ഒരു കടയിൽ ചെല്ലുന്നത്, കാശ് കൊടുത്ത് വാങ്ങുന്നതിൽ പോലും അവർ അത് മേക്ക് ചെയ്ത് അത് ഉണ്ടാക്കി കടയിലെത്തിച്ച് അവരിൽ നിന്ന് നമ്മളത് വാങ്ങിയാൽ മാത്രമല്ലേ നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ ആരുടെയും സഹായം കൂടാതെ അല്ലെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ ഒന്നും നമുക്ക് ഒരിക്കലും തനിയെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് സമൂഹത്തിൽ കാണുന്ന ഇത്തരമുള്ള ചില വാർത്തകൾ കാണുമ്പോഴത്തേക്ക് അങ്ങ് തളർന്നു പോവുകയാണ്. സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ, മൊബൈലില്ലാതെ, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ അങ്ങ് ജീവിച്ചു പോകാൻ അങ്ങ് കൊതിച്ചു പോവുക. കാരണം ഇന്നലെ മൊബൈൽ എടുത്തപ്പം തന്നെ ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തന്നെ വൈറലാവുന്ന കുറേ വാർത്തകൾ. ഇപ്പം ഒരു കുട്ടി മുത്തശ്ശനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുന്നു. പിന്നെ ഇതിനു മുമ്പും ഒരുപാട് വാർത്തകൾ. ഒരു കുട്ടി സ്കൂളിൽ പാമ്പ് കടി ഏറ്റ് കിടന്നിട്ട് അധ്യാപകർ അത് പഴുതാരയാണ് കടിച്ചതെന്നും പറഞ്ഞ് വലിയ മൈൻഡാക്കാതെ കിടന്ന് അവസാനം ആ കൊച്ച് മരിച്ചു പോകുന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലാണെങ്കിൽ ഒരു പയ്യൻ കാറും ബൈക്കും കൂട്ടിയിടിച്ചിട്ട് അവസാനം റോഡിൽ 20 മിനിറ്റോളം ചോര വാർന്ന് കിടന്ന് മരിച്ചു എന്ന് അറിയുന്ന വാർത്ത. പിന്നെ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലല്ല, കേരളത്തിന് വെളിയിലാണ്, ഇന്ത്യക്കകത്താണ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ പോരെ, ഇന്ത്യക്കകത്താണ് UKG വിദ്യാർത്ഥിയായ ഒരു കുട്ടി ഹോംവർക്ക് ചെയ്തില്ല എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിപ്പിച്ച്. കുട്ടികൾക്ക് മറ്റൊരാളെ എപ്പോഴും പേടിയായിരിക്കും, അധ്യാപകരാണെങ്കിലും വേറെ ആരാണെങ്കിലും. കുഞ്ഞു കുട്ടികളല്ലേ, ചോടൊക്കെ വളർന്നാൽ പിന്നെ പോട്ടെ പുല്ലെന്ന് പറഞ്ഞിരിക്കാമെന്ന് വയ്ക്കാം. പക്ഷേ ചെറിയ പിള്ളേരെന്ന് പറയുമ്പോൾ പിഞ്ച് മനസ്സിലാൽ പെട്ടെന്ന് വേദനിക്കും, പെട്ടെന്ന് പേടിക്കും. അപ്പം അവരെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് മുഖത്തടിക്കുന്നു. കുട്ടി പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് പൊട്ടിച്ചത് ശരീരത്തിലേക്ക് തന്നെ കുട്ടി വീഴുന്നു. വേറെ തന്നെ ഒരു ദേഷ്യത്തിൽ അങ്ങ് പിടിച്ച് ഡെസ്കിലേക്ക് കമന്ന് കിടക്കുന്നു, ചെരിഞ്ഞിങ്ങനെ കിടക്കുന്നു. അപ്പോഴത്തേക്കും കൊച്ചു മരിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും കുട്ടി മരിച്ചു എന്നറിയുന്നു. ഭയം മൂലമാകാം, അല്ലെങ്കിൽ മർദ്ദനത്തിൻ്റെ ആഘാതം മൂലമാകാം. ഒരടി കൊടുത്താലായി കറക്റ്റ് ഞരമ്പിലോ മർമ്മത്തിലോ എവിടെയാണ് കൊള്ളുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവൻ നഷ്ടപ്പെടാം. ഈ മനുഷ്യനെന്നൊക്കെ പറയുന്നത് നിസ്സാരം ഒരു ഞൊട്ടയിൽ തീരുന്ന കാര്യമേ ഉള്ളൂ. കറക്റ്റ് മർമ്മത്താണെങ്കിൽ അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ വാർത്തകൾ. മാതാപിതാക്കളൊക്കെ കുട്ടികളെ എന്ത് വിശ്വസിച്ച് സ്കൂളിലേക്ക് വിടുന്നത്? അവരുടെ മറ്റൊരു മാതാപിതാക്കളാണ് അധ്യാപകരെന്നാണ് പണ്ട് മുതലേ പറഞ്ഞു വരുന്നത്. ശരിയല്ലേ? നമ്മൾ നമ്മുടെ മക്കളോട് എങ്ങനെ പെരുമാറുന്നോ അതേ രീതിയിലാണ് നമ്മുടെ മുന്നിലെത്തുന്ന കുട്ടികളോടും പെരുമാറാൻ പാടുള്ളൂ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും പഠിപ്പിച്ച ഒരു കുട്ടിയോട് പോലും ഞാൻ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയോ അല്ലെങ്കിൽ മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ടോ പെരുമാറിയിട്ടും ഇല്ല. ഒരു ഇൻ്റേണൽ മാർക്ക് പോലും ഞാൻ ആ ഒരു രീതിയിൽ കൊടുക്കാറില്ല. പിള്ളേരെ എന്ത് പറഞ്ഞാലും, നമ്മളോടിപ്പോൾ ദേഷ്യപ്പെട്ടാലും, നമ്മുടെ കുറ്റം പറഞ്ഞെന്ന് അറിഞ്ഞാലും ഇപ്പോൾ കുട്ടികളായ സ്വാഭാവികമായി അധ്യാപകരുടെയൊക്കെ കുറ്റങ്ങൾ പറഞ്ഞെന്നിരിക്കും. അങ്ങനെയൊക്കെ അറിഞ്ഞെങ്കിൽ പോലും അത് ഞാൻ കടന്നു വന്നതും ആ ഒരു സ്റ്റേജിലൂടെയാണ്.
അപ്പം ഞാൻ എന്ന് മുതലൊരു അധ്യാപികയെ കണ്ടു തുടങ്ങിയോ, ഞാൻ നഴ്സറി സ്കൂളിൽ പഠിച്ചിട്ടില്ല, നഴ്സറിയിൽ എന്നെ വിട്ടിട്ടില്ല, എന്നെ നേരെ 1ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തുക ചെയ്ത്. അമ്മയാണ് എന്നെ അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ചത്. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ടീച്ചർ ദേവയാനിയമ്മ ടീച്ചർ, ജഗദമ്മ ടീച്ചർ, പിന്നെ സരള ടീച്ചർ, കോമളം ടീച്ചർ. ഒരു കോമളം ടീച്ചർ 1ാം ക്ലാസ്സിലുണ്ടായിരുന്നു. ഒരു നല്ല ഒരു നീലപ്പച്ച സാരി, ഒരു ഒറ്റ കളർ സാരിയൊക്കെ കൊടുത്തു വരുന്ന നന്നായിട്ട് കറുത്ത നല്ല ഭംഗിയുള്ള ടീച്ചർ. നല്ല കറുപ്പാണ്, നല്ല രസമാണ് ടീച്ചറിനെ കാണാനായിട്ട്. അപ്പോൾ വെളുത്തവരിലല്ല സൗന്ദര്യം, കറുത്തവരില സൗന്ദര്യം എന്ന് ഞാൻ ആദ്യം കണ്ടത് ആ ടീച്ചറിലായിരുന്നു. അപ്പം ആ ടീച്ചറൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. 1ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ടീച്ചർ അവിടെ നിന്ന് സ്ഥലം മാറി പോയെങ്കിൽ 1ാം ക്ലാസ്സിലെ ടീച്ചറിനെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ദേവയാനിയമ്മ ടീച്ചറും ജഗദമ്മ ടീച്ചറൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയൊക്കെ ഉള്ളവരാണ്. അങ്ങനെ ഇവരൊക്കെയാണ് എൻ്റെ അധ്യാപകർ. അപ്പം ഞാനിപ്പോൾ ഒന്ന് കണ്ണടച്ചാൽ പോലും എനിക്ക് എൻ്റെ 1ാം ക്ലാസ്സും ആ കാലഘട്ടവും എനിക്ക് വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ ഇപ്പോൾ ഉള്ളവരെ മറന്നു പോയാലും എനിക്ക് ആ ഒരു മെമ്മറി, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നതും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ ആയ കാലഘട്ടം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്ന് പറയാറുണ്ട്. അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടിക്കാലത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് വെറുതെ ഒന്ന് കണ്ണടച്ചാൽ ഞാൻ ആ നിമിഷം ഞാൻ ആ ഒരു കുട്ടിയാണ്. എനിക്ക് ചുറ്റും എൻ്റെ വീടും എൻ്റെ നാട്ടുകാരും എന്നെ പഠിപ്പിച്ച അധ്യാപകരും എൻ്റെ അന്നത്തെ കൂട്ടുകാരും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, കുട്ടികൾ എന്ത് പറഞ്ഞാലും ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് ഡിഗ്രി തലത്തിലുള്ള കുട്ടികളെയാണ്. കാരണം LLB ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി ലെവലാണ്. അപ്പോൾ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, PG അല്ല, ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന്. അപ്പം ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടം ഞാൻ ഓർക്കാറുണ്ട്. അവരുടെ സംസാരങ്ങൾ കേൾക്കുമ്പം അതായത് കാലഘട്ടങ്ങൾ ഒരിക്കലും മാറുന്നില്ല, ഡിഗ്രി പ്രായം മാറുന്നില്ല, നമ്മൾ കടന്നു വന്ന അതേ ഏജ് ഗ്രൂപ്പിൽ കൂടി അവർ പോകുന്നു. അന്നത്തെ നമ്മുടെ ചിന്താഗതി ഞാൻ അവർ കാണുന്നത് മനസ്സിൽ ചിരിക്കാറുണ്ട്. ഞാനിങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, ഇപ്പം വളർന്നപ്പോഴാണല്ലോ ചിന്താഗതി മാറിയത്, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തന്നു വേറൊന്നുമില്ല, നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന കുട്ടികളിൽ നമ്മളെ കാണാൻ ശ്രമിക്കുക. അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ചു വരണമെന്നില്ല, എല്ലാവരും അച്ചടക്കത്തോടെ ഇരുന്ന് ക്ലാസ്സിൽ കേൾക്കണം എന്നില്ല, ശരിയല്ലേ? എല്ലാ കുട്ടികളും ഒരേപോലെ എൻ്റെ മുന്നിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെല്ലാം അച്ചടക്കത്തോടെ ഇരിക്കൂ, എങ്കിലേ ഞാൻ ക്ലാസ് എടുക്കാം. അപ്പോൾ അവൻ നന്നായിട്ട് സംസാരിക്കുന്നു, എനിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ നീ അവിടെ അടങ്ങി വരും, ഇങ്ങനെ പറഞ്ഞാലൊന്നും എല്ലാ കുട്ടികളും ഒരേ ക്യാരക്ടറുള്ളവരല്ല, ഒരേ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരല്ല. അവരെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരിക സ്നേഹം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഹോംവർക്ക് ചെയ്യാത്ത വന്ന ഒരു കുട്ടിയോട് ദേഷ്യപ്പെട്ട് ഇപ്പോൾ പറഞ്ഞു, വഴക്ക് പറഞ്ഞു, പേടിപ്പിച്ചു എന്നതുകൊണ്ട് അവൻ നാളെ അത് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാർഗം. അത് വേറെ എന്തെങ്കിലുമൊക്കെ ശിക്ഷ കൊടുക്കാമല്ലോ, ക്ലാസ്സിലിരുത്താതെ കുറച്ച് നേരം നിർത്താം, അല്ലെങ്കിൽ അഡീഷണലായിട്ട് കുറച്ച് എഴുതാനായിട്ട് ക്ലാസ്സിലിരുത്തി തന്നെ നീ ഇത്രയും എഴുതിത്താ എന്ന് പറഞ്ഞ് കൊടുക്കാം. അല്ലെങ്കിൽ ഇൻ്റർവെല്ലിൽ ടൈം കട്ട് ചെയ്തിട്ട് പിന്നെ നീ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഇത്രയും എഴുതി എന്നെ കൊണ്ട് കാണിച്ചു തരിക എന്ന് പറയാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതിന് ബദലായിട്ട് ചെയ്യാമല്ലോ. ഒരുപാട് പേടിപ്പിക്കുക, മർദ്ദിക്കുക. ഇപ്പോൾ പോയത് ആർക്ക് പോയി? മാതാപിതാക്കൾക്ക് പോയി. അവർ വിടുന്നത് അധ്യാപകരെ വിശ്വസിച്ച് എൻ്റെ കുട്ടി സ്കൂളിൽ സേഫാണ്, ഞാൻ നോക്കും പോലെ തന്നെ നോക്കും, ഇങ്ങനെ എല്ലാം ഓരോ വിശ്വാസത്തിൻ്റെ പുറത്ത് സമൂഹജീവികളായിട്ട് പോകുന്ന മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ തല പെരുത്തു പോവുകയാണ്. അതിനെ ഓവർകം ചെയ്യാനായിട്ട് നല്ലത് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ സമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നതുകൊണ്ട് മാത്രമാണ് എന്നെപ്പോലെയുള്ള എൻ്റെ ചിന്താഗതിയുള്ളവരൊക്കെ നിലനിന്ന് പോകുന്നതെന്ന് തോന്നും. ഞാൻ ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്നത് ഇതുപോലെ ഈ കോഴികളെയും പക്ഷികളെയും ആടുകളെയും ഒക്കെ അവരോട് സംസാരിച്ച് അവരെ കണ്ട് കുറച്ച് പൂവൊക്കെ എടുത്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്, ആർട്ടിഫിഷ്യലായിട്ട് സന്തോഷം ക്രിയേറ്റ് ചെയ്യുകയെന്ന് ചില നിമിഷങ്ങളിലങ്ങ് തോന്നിപ്പോവുകയാണ്. അപ്പോൾ സത്യത്തിൽ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ എന്തായിരിക്കും? ചുറ്റുപാടൊന്നും കാണണ്ടല്ലോ. പക്ഷേ ഞാനും ഇറങ്ങുകയാണ്, ജോലിക്ക് ഇറങ്ങുകയാണ്. എനിക്ക് മുന്നിലേക്ക് ഒരുപാട് ഇച്ചിരി 18-22 വയസ്സിനിടയിലുള്ള 22, 23, 24 വയസ്സുള്ള കുട്ടികൾ എൻ്റെ മുന്നിലേക്കും എത്തുന്നുണ്ട്. അവരെ ഫേസ് ചെയ്യണം. എൻ്റെ കുട്ടിയും വേറെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്, അവനും ഇതുപോലെ അധ്യാപകരുടെ മുന്നിലേക്കാണ് പോകുന്നത്. അപ്പം പ്രിയപ്പെട്ട അധ്യാപകരോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന കുട്ടികൾ ഒന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കാണുക. നമ്മൾ ചെറുപ്പകാലത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിങ്ങനെയൊക്കെ ആയിരുന്നില്ലേ? നമ്മുടെ മക്കളും ഇങ്ങനെയൊക്കെ അല്ലേ എന്ന് ഒരു നിമിഷം ചിന്തിച്ചേക്കുക. വിദ്യാർത്ഥികളോട് മുന്നിലേക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഒരിക്കലും മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ട് ഒരു പാർഷ്വാലിറ്റി കാണിക്കാൻ പോകാതിരിക്കുക. ആരോടും ഒരു ദേഷ്യം ഇല്ലാതെ ഇരിക്കുക. അതുകൊണ്ടല്ലേ നമ്മൾ അധ്യാപകർ എന്ന് പറയുന്നത്. അപ്പം അതേ പറയാനുള്ളൂ കേട്ടോ. ഒരുപാട് പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്.
10 ദിവസത്തെ കറക്റ്റ് 10 ദിവസത്തേക്ക് അവധിയാണ്. ഇനി 1-ാം തീയതി ഉള്ളൂ. വീണ്ടും എനിക്ക് എൻ്റെ കുട്ടികളിലേക്കൊക്കെ എത്താം. മാക്സിമം നല്ലൊരു അധ്യാപികയാകാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ആരോടും മനസ്സിൽ പകയോ വിദ്വേഷം ഒന്നും വയ്ക്കാതെ. ആൻസിനെ പോലെ തന്നെ എൻ്റെ മുന്നിലേക്ക് എത്തുന്ന കുട്ടികളിലെല്ലാം ഞാൻ ആൻസിനെ കാണാറുണ്ട്. എന്നിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവൻ്റെ അധ്യാപകരും ഇങ്ങനെയൊക്കെ തന്നെ ആണോ എന്ന് ചിന്തിക്കാറുണ്ട്. വെറുതെ മൊബൈൽ എടുത്ത് എന്തെങ്കിലും നോക്കാമെന്ന് വെക്കും. ഇത്തരത്തിലുള്ള കുറേ ന്യൂസുകൾ കയറി വരുന്നു. ക്യാരക്ടർ ഫോർമേഷൻ എപ്പോഴും വീട്ടിൽ നിന്ന് കിട്ടട്ടെ. നമ്മളൊക്കെ വളർന്നതും വളർത്തിയതും എല്ലാ മാതാപിതാക്കളാണല്ലോ. അപ്പം ആ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലേ പണ്ടത്തെ കാലത്തെ അധ്യാപകർ സൂപ്പറായിരുന്നല്ലേ. അവർ തെറ്റ് കണ്ടാൽ നല്ല അടി വെച്ച് തരും. അന്ന് വടിയൊക്കെ ഉണ്ട്, നല്ല അടി വെച്ച് തരും. കൈവെള്ളക്കെട്ടോ അല്ലെങ്കിൽ തുടക്കെട്ടോ കാലിൻ്റെ തണ്ടിൻറ്റോ ഒക്കെ വടിയെടുത്തിട്ട് നല്ല നല്ല വേദന എടുക്കും. അതൊന്ന് തൂത്ത് കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് മാറിപ്പോകും. വീണ്ടും അവർ നാളെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കും, നമ്മളോട് സംസാരിക്കും, ഹോംവർക്ക് ചെയ്ത് നമ്മളെ പ്രശംസിക്കും. അത് ചെയ്യും. അല്ലാതെ ഒരിക്കലും ഒരു വിദ്വേഷത്തോടെയോ വൈരാഗ്യ ബുദ്ധിയോടെയോ പാർഷ്വാലിറ്റിയോടെയോ ഒന്നും ഓൾമോസ്റ്റ് ഒരു 97% അധ്യാപകരും അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ല. ഡിപ്രഷനും ഫ്രസ്ട്രേഷനും ഒക്കെ സ്റ്റുഡൻസിൻ്റെ മേളിലേക്ക് അങ്ങ് വരുവാണ്. അതെല്ലാം മാറ്റി വയ്ക്കുക. നമ്മൾ അധ്യാപകരാണ്. മുന്നിലിരിക്കുന്നത് അറിവ് തേടി വന്ന വിദ്യാർത്ഥികളാണ്. എല്ലാവരും ഒരുപോലെ അല്ല. എല്ലാവരിലേക്കും നമുക്ക് ഒരുപോലെ അറിവ് പകർന്നു തരാൻ കഴിയും. എല്ലാവരിൽ നിന്നും ഒരുപോലെ ഇങ്ങോട്ട് കിട്ടണമെന്നില്ല. അതിൻ്റെ റെസ്പോൺസ് ഇങ്ങോട്ട് കിട്ടണമെന്നില്ല. പക്ഷെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ കഴിയും. അത് കൊടുക്കുക, അവരെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി നമ്മുടെ ഓണവിശേഷങ്ങൾ വീഡിയോയ്ക്ക് ആയിട്ട് വരാം കേട്ടോ. ഇനി നല്ല വാർത്തകൾ മാത്രം കേൾക്കട്ടെ. കരയാനുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.